നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. 2 ദിവസത്തിനിടയ്ക്ക് എന്നോട് വീണ്ടും ഇതേ ചോദ്യം തന്നെ ആവർത്തിച്ച് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. എനിക്ക് മറ്റൊന്നും പറയാനില്ല. 12-ാം തീയതിക്ക് ശേഷം മാത്രമേ ഞാൻ എന്തെങ്കിലും പറയൂ. നെയ്മർ ജൂനിയർ പറയുകയാണ്, അദ്ദേഹം സാന്റോസിൽ തുടരുമോ, സാന്റോസ് വിടുമോ എന്നൊക്കെയുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ആരാധകർക്കുണ്ട്. ഇനിയിപ്പോൾ ഒന്നോ രണ്ടോ കളികൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് നിലവിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് പീരീഡിൽ സാന്റോസിന്. ഇന്നലെ അദ്ദേഹം RB ലീപ്സിഗിനെതിരെയുള്ള ഫ്രണ്ട്ലി മത്സരം കളിച്ചിരുന്നു. ആ മത്സരത്തിന് ശേഷമാണ് മാധ്യമങ്ങൾ അദ്ദേഹത്തോട് വീണ്ടും ചോദിക്കുന്നത് കോൺട്രാക്റ്റ് പുതുക്കുമോ. അദ്ദേഹത്തിൻ്റെ മറുപടി എനിക്കറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല, എനിക്കറിയില്ല. ഇപ്പോൾ ഇനി ഇത് വീണ്ടും ചോദിച്ചു കഴിഞ്ഞാൽ ഈ മാസം 12 അതായത് അദ്ദേഹം ജൂണാണ് ഉദ്ദേശിക്കുന്നത്, ജൂൺ 12, ആ അടുത്ത മാസം 12-ാം തീയതി വരെ ഞാൻ ഇതിനെക്കുറിച്ചൊന്നും പറയാൻ പോകുന്നില്ല. ഇപ്പോൾ എൻ്റെ റിന്യൂവൽ ക്വസ്റ്റ്യൻ ഇനി നിങ്ങൾ ചോദിച്ചാൽ കൃത്യമായി പറയുകയാണ്, വ്യക്തമായി പറയുകയാണ്, ഇനി ഞാൻ ഉത്തരം പറയില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എനിക്കിതിനെക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറയാനില്ല, എനിക്കറിയില്ല, തുടരുമോ എന്നുള്ളത് എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഇപ്പോൾ വീണ്ടും 3 ദിവസത്തിനിടയ്ക്ക് വീണ്ടും ഈ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഒരർത്ഥവുമില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ആൻസർ സെയിം ആയിരിക്കും. ഇന്നലെ പറഞ്ഞ ഉത്തരം തന്നെ എനിക്കിപ്പോഴും പറയാനുള്ളൂ. സോ ഞാൻ തീരുമാനമെടുക്കുന്നത് ജൂൺ മാസം 12-ന് ശേഷമായിരിക്കും, അടുത്ത 12-ാം തീയതിക്ക് ശേഷമായിരിക്കും. അതിനുശേഷം നമുക്ക് കാണാം എന്നാണ് ഇപ്പോൾ നെയ്മർ ജൂനിയർ പറഞ്ഞത്. എന്തായാലും ജൂൺ 30-ാം തീയതി വരെയാണ് നിലവിൽ അദ്ദേഹത്തിന് അവിടെ കോൺട്രാക്റ്റ് ഉള്ളത്. ആ കാര്യം ഓർക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാവി എന്താകുമെന്ന് അറിയാൻ വേണ്ടി ആരാധകർക്ക് വലിയ താല്പര്യമുണ്ട്. നിലവിൽ അദ്ദേഹത്തിൻ്റെ യൂറോപ്പിലേക്ക് പോവുക എന്നുള്ള പ്ലാൻ നടക്കുമോ എന്ന കാര്യത്തിൽ വലിയൊരു സംശയമുണ്ട്. കാരണം പരിക്കും മറ്റു പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് സാന്റോസിൽ തന്നെ അദ്ദേഹത്തിന് മികച്ച കളി പുറത്തെടുക്കാനുള്ള സമയവും അവസരവും ഒന്നും ലഭിച്ചിട്ടില്ല. പരിക്കായിരുന്നല്ലോ. ഇപ്പോൾ പരിക്കിൽ നിന്ന് മുക്തനായി ഇങ്ങനെ തിരികെ വരുന്നേ ഉള്ളൂ. ഇനിയും അവിടെ തന്നെ തുടരാനുള്ള സാധ്യത തള്ളിക്കളയാനുമില്ല. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ടോക്സ് വീണ്ടും എത്താം.